عليكم ورحمة الله تعالى وبركاته. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد, ഞാൻ നിങ്ങൾക്ക് ഈ സ്ക്രീൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കാണ്. അത് നമ്മളെ ഇവിടെ ചാപ്റ്റർ 21-ലാണ് നമ്മൾ ഡിസ്കഷൻ എത്തിയിരിക്കുന്നത്. ചാപ്റ്റർ 21 നമുക്ക് സംസാരിക്കാനുള്ളത്. അത് അദ്ദർസ് الحادي والعشرون جولة في المملكة العربية السعودية هي من وحدة 11 قراءة مصورة. ഈ ചിത്രത്തിൽ കാണുന്ന 1 2 3 4 5 6 ചിത്രങ്ങളാണ് ഇവിടെ ഉള്ളത്. 1 2 3 4 5 6 ഈ 6 ചിത്രങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. 6 ചിത്രങ്ങളിൽ ഒന്നാമത്തെ ചിത്രത്തിലുള്ളത് സൗദി അറേബ്യയിൽ നിന്ന് ഒരു കത്ത് അദ്ദേഹം തന്റെ സുഹൃത്തിന് എഴുതുകയാണ്. അബ്ദുറഹ്മാൻ എന്ന സുഹൃത്തിന് അബൂബക്കർ എന്ന് പറയുന്ന സുഹൃത്ത് എഴുതുന്ന കത്താണ്. أخي عبد الرحمن السلام عليكم ورحمة الله وبركاته. أكتب إليك هذا الخطاب من المملكة العربية السعودية. وصلنا مطار جدة يوم السبت الماضي، وأثناء خروجنا من المطار شاهدنا مدينة الحجاج ووجدنا سيارة وزارة المعارف في انتظارنا عند الباب. My brother Abdul Rahman, Assalamu alaikum warahmatullahi ta'ala barakatuh. Aktub ilayka hadha al-khitab. I am writing this letter to you from Min al-Mamlakat al-Arabiya Saudiya, from the Kingdom of Saudi Arabia. Wasalna matar Jeddah, and we have reached Jeddah airport yawm as-sabt al-madi, last Saturday. Wathna khurujina min al-matar, when we are coming out of the airport, shahadna, we have seen Madinat al-Hujjaj, and we witnessed, we witnessed Madinat al-Hujjaj. ഹാജിമാർക്ക് വേണ്ടിയുള്ള പഠനത് ഹാജിമാരുടെ ടെർമിനൽ, അവർക്ക് വേണ്ടി പണിത ഒരു നഗരം. അതൊരു ജിദ്ദയിൽ അവർക്ക് വേണ്ടി ഹജ്ജിന്റെ സീസണിൽ മാത്രം ഉപയോഗിക്കാൻ പര്യാപ്തമായ തരത്തിലുള്ള ചില സംവിധാനം, അതാണ് മദീനത്ത് al-Hujjaj. വജദ്ന സയ്യാറത്ത വിസാറത്ത് al-Ma'arif, and we have seen, വജദ്ന, we found, സയ്യാറത്ത് വിസാറത്ത് al-Ma'arif, മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷന്റെ വാഹനം നമ്മൾ അവിടെ കണ്ടു. ഫി ഇന്തിലാർന, ഞങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട്, ഇന്ദൽ ബാബ്, അതിൽക്ക് ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപാട് തന്നെ ഞങ്ങളെ കാത്ത് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷന്റെ കാറ് അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഇതാണ് ആൾ ആദ്യം പറഞ്ഞത്. റക്കിബ്ന സയ്യാറ ഫി തരീഖ് ഷാഹദ്ന ഇമാറാത്ത് അൽ കബീറ വൽ ഹദായിഖ് അൽ ജമീല സുർന മദീനത്ത് ജിദ്ദ. അതാണ് രണ്ടാമത്തെ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത്. രണ്ടാമത്തെ ചിത്രത്തിൽ നിങ്ങൾ കാണുന്ന ഒരു മീനാ ജിദ്ദ സീ പോർട്ടിന്റെ അടുത്തൂടെ ഒരു വാഹനം പോകുന്നതായിട്ടാണ് ഇതിൽ കാണുന്നത്. അപ്പൊ അത് എന്താണ് എന്നാണ് ഇതിൽ പറയുന്നത്. അതാണത്. റക്കിബ്ന സയ്യാറോ, ഞങ്ങൾ അതിൽ യാത്ര ചെയ്തു, ഞങ്ങൾ വണ്ടിയിൽ യാത്ര ചെയ്തു. ഷാഹദ്ന അൽ ഇമാറാത്ത് അൽ കബീറ, and we have seen big buildings, wal hada'iq al jamila, and beautiful gardens. വസുർന മീന ജിദ്ദ, കൂടാതെ ഞങ്ങൾ ജിദ്ദ സീപോർട്ടും സന്ദർശിച്ചു. അതാണ് രണ്ടാമത്തെ ചിത്രത്തിലുള്ളത്. രണ്ടാമത്തെ ചിത്രത്തിൽ അതാണുള്ളത്. മൂന്നാമത്തെ ചിത്രത്തിൽ എന്താ ഉള്ളത്? മൂന്നാമത്തെ ചിത്രം തവാഫിന്റെ, കാബയാണ് കാണിച്ചിരിക്കുന്നത്. ഹാജിമാര് കാബയത്തിന് തവാഫ് ചെയ്യുന്നതിന്റെ മത്താഫാണ് ചിത്രത്തിലുള്ളത്. ثم صارت بنا سيارة في طريق طويل. صارت بنا سيارة في طريق طويل. ദീർഘദൂരം ഞങ്ങളെയും കൊണ്ട് ആ കാർ യാത്ര ചെയ്തു. വബഅദ സഅത്തിൻ, ഒരു മണിക്കൂർ കഴിഞ്ഞ്, വസൽന മക്കത്തൽ മുക്കറമ, and we reached the Makkah, the holy Makkah. وهناك أدينا العمرة, and there we performed Umrah. طفنا حول الكعبة بملابس الإحرام 7 مرات. ഇഹ്റാം വസ്ത്രങ്ങളിലായി കഅബയ്ക്ക് ചുറ്റും ഞങ്ങൾ തവാഫ് ചെയ്തു. 7 മർറാത്തിൻ, 7 തവണ. വസഅയ്ന ബൈന സഫ വൽ മർവ, സഫ മർവയുടെ ഇടയിൽ സഅയ് ചെയ്തു. 7 അശ്വാത്തിൻ, അശ്വാത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് നടത്തത്തിനും ഓട്ടത്തിനും ഇടയിലുള്ള ഒരു
ഒരു മൂവ്മെന്റിനെയാണ് ഷൗത്ത് എന്ന് പറയുന്നത്. അതായത് കുറച്ച് ധൃതിയിൽ നടക്കുന്നതിനെയാണ്, അങ്ങനെയാണ് സായി ചെയ്യുന്നത്. കുറച്ച് വേഗത്തിൽ നടക്കും, സ്പീഡിൽ നടക്കുന്നതാണ് ഷൗത്ത് എന്ന് പറയുന്നത്. അപ്പൊ സബഅത്ത് അഷ്വാത്ത് ആണ് ഉള്ളത്. 7 തവണ ഉള്ള സ്ട്രോളിംഗ് എന്നാണ് വാക്കിൻ്റെ അത്, സ്ട്രോൾ. സുമ്മ ശരിബ്നാ മിൻ മാഇ സംസം, പിന്നെ ഞങ്ങൾ സംസം വെള്ളം കുടിച്ചു. ഇതാണ് മൂന്നാമത്തെ ചിത്രം. നാലാമത്തെ ചിത്രത്തിൽ അവർ തായിഫിലേക്ക് പോകുന്ന ഒരു വാർത്തയാണ്. തായിഫ് എന്ന് പറയുന്നത് മക്കയ്ക്ക് അടുത്തുള്ള മനോഹരമായ ഒരു പട്ടണമാണ്, ഒരു ഹിൽ സ്റ്റേഷനാണ്. അതാണ് ഇവിടെ പറയുന്നത്. അഖംന ഫി മക്ക യൗമൻ വാഹിദ ഇലാ ജിവാരി ബൈത്തുല്ലാഹിൽ ഹറാം, ബൈത്തുല്ലാഹിൽ ഹറാമിനടുത്ത് ജിവാറിൽ അതിന്റെ ചാരത്ത് തന്നെ ഒരു ദിവസം ഞങ്ങൾ മക്കയിൽ താമസിച്ചു. സുമ്മ സാഫർന ബിസ്സയ്യാറത്തി ഫി തരീഖിൻ ജമീൽ, പിന്നെ മനോഹരമായ വഴികളിലൂടെ ഞങ്ങൾ ഒരു കാറിൽ യാത്ര ചെയ്തു. ബൈനൽ ജിബാലി, അതായത് കുന്നുകളും കുന്നുകളുടെ ഇടയിലൂടെ ഞങ്ങൾ യാത്ര ചെയ്തു. ഇല തായിഫ്, തായിഫിലേക്ക് പോയി. വഹിയ മസീഫുൻ ജമീൽ, അത് ഒരു തണുത്ത പ്രദേശമാണ്, ഇപ്പോഴും നല്ല തണുപ്പുള്ള മനോഹരമായ ഒരു ശീതകാല വസതിയാണ്. വഹിയ മസീഫുൻ ജമീൽ, മുസീഫ്. അതുപോലെ യബ്അദു മസാഫ 50 മൈലൻ ഇലാ ജനൂബി 50 മൈലൻ ഇലൽ ജനൂബി മിൻ മക്ക, മക്കയിൽ നിന്ന് തെക്കോട്ട് 50 മൈൽ യാത്ര ചെയ്താൽ നമുക്ക് തായിഫിലെത്താം. അതാണ് യബ്അദു. തായിഫ് വിദൂരമാണ്. മുസാഫത്തൻ ആൻഡ് ഡിസ്റ്റൻസ്. തായിഫ് ഈസ് ഡിസ്റ്റന്റ് ഫ്രം 15 miles ടുവാർഡ്സ് സൗത്ത് ഓഫ് മക്ക. മക്കയിൽ നിന്ന് തെക്കോട്ട് 50 കിലോമീറ്റർ യാത്ര ചെയ്താലാണ് തായിഫിലെത്തുക. വഅക്കൽനാ മിൻ ഫാക്കിഹത്തിന ലദീദ വശരിബ്നാ മിൻ മാഇഹിൽ ഗദബ്, അതിന്റെ മാധുര്യമുള്ള വെള്ളവും മാധുര്യം മൂർന്ന രുചികരമായ അവിടുത്തെ ഫ്രൂട്ട്സുകളും ഫലവർഗ്ഗങ്ങളും ഞങ്ങൾ കഴിച്ചു എന്നാണ് അടുത്ത പറഞ്ഞത്. 5ാമത്തെ ചിത്രം മദീനയിൽ എത്തിയ കഥയാണ് പറയുന്നത്. മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ നിസ്കരിച്ചു. ഫിൽ യൗമിൽ ഇസ്നൈൻ, തിങ്കളാഴ്ച, സാഫർനാ ഫിൽ ഹാഫിലത്തി ഇലൽ മദീന, ഞങ്ങൾ അതേ വാഹനത്തിൽ മദീനയിൽ എത്തി, മദീനൽ മുനവ്വറ. ഹുനാക സല്ലൈനാ ബി മസ്ജിദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ ഞങ്ങൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ മസ്ജിദ് നബവിയിൽ നിസ്കരിച്ചു. അതാണ് 5ാമത്തെ. 6ാമത്തെ ചിത്രം എന്ന് പറയുന്നത് അവിടെ നിന്ന് റിയാദിലേക്ക് പോയതാണ്. ഒമിനൽ മദീനത്തി സാഫർന ബിത്വാഇറ ഇല റിയാദ്, ഫ്രം മദീന വി വെന്റ് ടു റിയാദ് ബൈ എയർ. ഞങ്ങൾ എയർപ്ലെയിനിൽ മദീനയിൽ നിന്ന് റിയാദിലേക്ക് പോയി. ആസിമത്തുൽ മംലക്കത്തുൽ അറബിയ്യ സൗദി, അത് സൗദി അറേബ്യയുടെ ക്യാപിറ്റൽ സിറ്റിയാണ്. വഹിയ മദീനത്തുൻ കബീറ, അത് മനോഹരമായ സിറ്റിയാണ്. ഷവാരിഉഹ വാസിഅ, അതിന്റെ ഷവാരിഉഹ വാസിഅ വമമാലിഹ ഹദീസ, അതിന്റെ റോഡുകൾ വളരെ വിശാലമായതാണ്. മബാനിഹ ഹദീസ, അതിന്റെ ബിൽഡിങ്ങുകൾ പുതിയതാണ്. ഹുനാക സുർന അൽ മുത്ഹഫ് അൽ വത്തനി, അവിടെ ഞങ്ങൾ അവിടുത്തെ നാഷണൽ മ്യൂസിയം സന്ദർശിച്ചു. ബുർജുർ റിയാദ്, റിയാദ് ടവർ, അതും സന്ദർശിച്ചു. സനബഖാ ഫി റിയാദ് 3 അയ്യാം, റിയാദിൽ ഞങ്ങൾ റിയാദ് 3 അയ്യാം, റിയാദിൽ 3 ദിവസം ഞങ്ങൾ തങ്ങും, ചെലവഴിക്കും. സുമ്മ നുസാഫിറു ഇലാ ഖാന, പിന്നെ ഞങ്ങൾ ഖാന എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ രാജ്യം, ആഫ്രിക്കയിൽ നിന്ന് വന്ന ഒരാളായിരിക്കണം അദ്ദേഹം, ആഫ്രിക്കയിൽ ഖാന രാജ്യത്തേക്ക് മടങ്ങും. ബിഇദ്നില്ലാ, അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി. ഫൈനൽ ലഖാ ഖരീബൻ, വീണ്ടും വളരെ പെട്ടെന്ന് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഖൂക അബൂബക്കർ, നമ്മുടെ സുഹൃത്ത് അബൂബക്കർ. ഇതാണ് ഈ ടെക്സ്റ്റിന്റെ കണ്ടന്റ്. ഇനി ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് സൗദി അറേബ്യയെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത്. എവിടെയാണ് ഐന തഖവു അൽ മംലക്കത്തുൽ അറബിയ്യ സഊദിയ, മൽ ബിഹാർ അല്ലത്തി തുത്തില്ലു അലൈഹ, ഉദ്കുർ ബഅദൽ മുദ്ന അല്ലത്തി തഅരിഫുഹ ഫി സഊദിയ, ലിമാദാ യുഹിബ്ബുഹൽ മുസ്ലിമൂൻ. താഴത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ലിമാദാ യുഹിബ്ബുഹൽ മുസ്ലിമൂൻ, എന്തുകൊണ്ടാണ് സൗദി അറേബ്യ മുസ്ലിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? ലിഅന്ന ഫിഹാ അൽ മക്ക വൽ മദീന വൽ-അമാകിൻ അൽ മുഖദ്ദസ അൽ മുതഅല്ലിഖ ബിതാരിഖ് അൽ ഇസ്ലാം, പ്രധാനപ്പെട്ട ഇസ്ലാമിക ചരിത്രവുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളും കൂടാതെ മക്ക മദീന, ഇത് രണ്ടും ഏറ്റവും
ഇസ്ലാമിൻ്റെ പ്രഭവ കേന്ദ്രമായ മക്ക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അഭയം നൽകിയ മദീന, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ നിലകൊള്ളുന്ന മദീന, മക്ക ഹറം, മസ്ജിദുൽ ഹറാം, അതായത് അൽ കഅബത്തു ഷരീഫ നിലകൊള്ളുന്ന മക്ക, ഇതൊക്കെ കൊണ്ടാണ് മുസ്ലിങ്ങൾ മക്ക ഇഷ്ടപ്പെടുന്നത്. അയിന തക്കവൽ മംലക്കത്തുൽ അറബി സൗദി, എവിടെയാണ് സൗദി അറേബ്യ നിലകൊള്ളുന്നത്? ഫി ജസീറത്തുൽ അറബ്. മനസ്സിലായോ? അത് നമുക്ക് ആ ഖരീത്ത നോക്കിയിട്ട് മനസ്സിലാക്കാം. ഖരീത്ത ഇങ്ങനെയാണ്. ഇതാ ഇവിടെ പച്ച നിറത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഈ പ്രദേശമാണ്, പച്ച നിറത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഈ ഭാഗമാണ് സൗദി അറേബ്യ എന്ന് പറയുന്നത്, പച്ച നിറത്തിൽ കാണുന്ന. അപ്പോ ഇതിന്റെ ഈ ഭാഗത്ത് കാണുന്ന ഈ നീല നിറത്തിൽ കാണുന്ന ഈ ഭാഗമാണ് ചെങ്കടൽ. ഈ നീല നിറത്തിൽ കാണുന്ന ചെങ്കടലാണ്, അതായത് റെഡ് സീ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് ഇങ്ങനെ കടൽ ഉള്ളിലേക്ക് കയറിയിരിക്കുന്ന ഈ കടലിനെ പറയുന്ന പേരാണ് പേർഷ്യൻ ഗൾഫ്. അത്രയില്ല, ഇവിടെ ഇങ്ങനെ ഈ കാണുന്ന നീല നിറ പേർഷ്യൻ ഗൾഫ്. പിന്നെ ഈ കാണുന്ന വെള്ള നിറത്തിൽ കാണുന്ന പ്രദേശമാണ് യമൻ. യമനും മറ്റ് അതിനോട് സൗദി അറേബ്യയോട് ചേർന്നുള്ള വേറെ രാജ്യങ്ങളൊക്കെ. അതൊക്കെ ചെറിയ ഖരീത്തയാണ്, വലിയ ഖരീത്ത കൃത്യമായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാണാം. പിന്നെ ഇവിടെ കാണുന്ന ഈ ഭാഗത്ത് കാണുന്ന നമ്മളുടെ കടലിന് അഭിമുഖമായി, അതായത് നമ്മൾ കേരളത്തിന്റെ തീരത്ത് നിന്ന് അഭിമുഖമായിട്ടുള്ള നമ്മുടെ അറേബ്യൻ കടൽ, അതാണ് ഇത്. ഈ കടലിന് അഭിമുഖമായിട്ടാണ് നമ്മൾ യമനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കടലിന് അഭിമുഖമായിട്ടുള്ള ഭാഗം യമൻ സൈഡാണ്. അപ്പൊ അതാണ് അറേബ്യൻ സീ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് സൗദി അറേബ്യയുടെ ജിയോഗ്രഫിക്കൽ പൊസിഷനെ സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം എന്താണ്? മൽ ബിഹാറിലെത്തി തുത്തില്ല അല്ലെ? രണ്ട് ചോദ്യം വന്നു. എവിടെയാണ് മംലക്കത്തുൽ അറബി സൗദി ചെയ്യുന്നത്? ഫി ജസീറത്തുൽ അറബ്. മൽ ബിഹാറിലെത്തി തുത്തില്ല അലിഹ, അതിലൊന്ന് അൽ ബഹറുൽ അറബി, മറ്റൊന്ന് അൽ ബഹറുൽ മുഹീത്ത്, സോറി അൽ ബഹറു എന്താണ് ബഹറുൽ മുഹീത്ത്. അതുപോലെ ചെങ്കടലിന്റെ കാര്യം പറഞ്ഞു. പിന്നെ അൽ ബഹറുൽ ഖലീജുൽ അറബി, അതാണ് ചെങ്കടൽ. ഖലീജ് എന്ന് പറഞ്ഞാൽ തന്നെ കടലെടുക്കാൻ. അൽ ഖലീജുൽ അറബി, പേർഷ്യൻ ഗൾഫ്, ഖലീജുൽ അറബി. മറ്റൊന്ന് ചെങ്കടലാണ്, അൽ ബഹറുൽ മുഹീത്ത്. ഇത്രയും കാര്യങ്ങളാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ സൗദി അറേബ്യയിലെ കുറെ പട്ടണങ്ങളുടെ പേര് നിങ്ങൾ പറയുക. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ധാരാളം സ്ഥലങ്ങൾ അറിയാം, അത് പറയാം. ഇനി നമ്മൾ ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞാൽ ഇതിലുള്ള ഗ്രമാറ്റിക്കൽ സ്ട്രക്ചർ ആണ് പറയുന്നത്. അൽ മുഹ്തവി നിങ്ങൾ കാണുന്നു, ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവില്ല, ഇത് ഈ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്ക് വെച്ചിട്ടാണ് ഇത് പറയുന്നത് മാത്രം. അതിൽ കാണുന്നതാണ്. ഒന്ന് നിങ്ങൾ കാണാം, തറാക്കിബ് നഹവിയ എന്ന് പറയുന്നത്. അർ-റിയാൽ ശബാരിഉഹ വാസിഅത്തുൻ, ഒരു സ്ഥലം പറഞ്ഞു. അർ-റിയാൽ ഒരു നാട്, ശബാരിഉഹ റിയാൽ, റിയാൽ എന്ന് പറഞ്ഞു. ശബാരിഉഹ അതിന്റെ റോഡുകൾ, വാസിഅത്തുൻ വിശാലമായി. ഇതൊരു സ്ട്രക്ചർ. അതുപോലെ മറ്റു സ്ട്രക്ചർ, അസ്നാഅ ഖുറൂജിനാ മിനൽ മത്താർ ഷാഹദ്നാ മദീനത്തുൽ ഹജ്ജ്. അസ്നാഅ ഖുറൂജിനാ മിനൽ മത്താർ, എയർപോർട്ടിൽ നിന്ന് ഇറങ്ങവേ തന്നെ, എയർപോർട്ടിൽ നിന്ന് ഇറങ്ങവേ, അസ്നാഅ അതിനിടയിൽ, അസ്നാഅ ഖിലാല എന്നൊക്കെ പറഞ്ഞുള്ള അസ്നാഅ ഖുറൂജിനാ മിൻ, എയർപോർട്ടിൽ നിന്ന് ഇറങ്ങവേ, ഷാഹദ്നാ മദീനത്തുൽ ഹജ്ജ്, ഞങ്ങൾ ഹജ്ജാജിമാർക്കുള്ള പട്ടണം കണ്ടു. തബ്ഉദു ത്വായിഫ് 50 മൈലൻ, തബ്ഉദു ത്വായിഫ് 50 മൈലൻ, 50 മൈല് കൊണ്ട് തായിഫ് വിദൂരമായിരിക്കുന്നു. അതായത് 50 കിലോമീറ്ററിനാൽ 50 കിലോമീറ്ററോളം കൊണ്ട് തായിഫ് ദൂരത്തിലാണ് എന്നാണ്. 50 മൈലൻ. അതാണ് ഒരു സ്ട്രക്ചർ. മറ്റൊരു സ്ട്രക്ചർ നമുക്ക്, തുഫ്ന ഞങ്ങൾ തവാഫ് ചെയ്തു, ഹൗലൽ കഅബ, തുഫ്ന ഹൗല കഅബയ്ക്ക് ചുറ്റും. ഇതാണ് ഇത്രയും സ്ട്രക്ചറാണ് നമ്മൾ പുതുതായി ചില വ്യത്യാസപ്പെട്ട സ്ട്രക്ചർ പഠിച്ചിട്ടുള്ളത്. അടുത്ത അസ്മാ ആണ്. അതിൽ കുറച്ചുള്ള ചോദ്യങ്ങൾ. ഇസ്മുകൾ നോക്കൂ. ജൗല, ഖിതാബ്, ഖുറൂജ്, ജൗല,
കാണാം. ജൗല, ഖിതാബ്, ഖുറൂജ്, വിസാറത്ത്, മആരിഫ്, ഹദായിക്ക്, മീനാ, ജിബാല്, മസീഫ്, മസാഫത്ത്, മൈല്, മബാനി, ജുനൂബ്, അദബ്, വത്തനി, മുത്തഹഫ്, ബുർജ്. ഇത്രയും വാക്കുകളാണ്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ജൗല എന്ന വാക്കിന്റെ അർത്ഥം ചുറ്റൽ എന്നാണ്. ജൗലത്ത്, ജൗലത്ത് എന്ന് പറഞ്ഞാൽ ചുറ്റൽ, അത് കറക്കം. ജൗലത്തിൻ വാസ്യ, വിശാലമായി കറങ്ങി. ഖിതാബ് എന്ന് പറഞ്ഞാൽ കത്ത്, ലെക്ചർ എന്നർത്ഥം. ഖുറൂജ് എന്ന് പറഞ്ഞാൽ എക്സിറ്റ് അല്ലെങ്കിൽ പുറപ്പെടൽ. അതല്ല, വിസാറത്ത് മീൻ മിനിസ്ട്രി, മആരിഫ് ഇൻഫർമേഷൻ, ഹദായിക്ക് മുഫ്രദ് ഹദീഖത്ത്, ഹദീഖത്തിന് ജമാണ് ഹദായിഖ്, മീൻസ് ഗാർഡൻ, ഗാർഡൻസ്. മീന എന്ന് പറയുന്നത് പോർട്ട്, സീ പോർട്ടിനാണ് മീന എന്ന് പറഞ്ഞാൽ. ജിബാല് ജബലിന്റെ ജമാണ്, അതായത് മൗണ്ടൻസ്. മസീഫ് എന്ന് പറയുന്നത് വേനൽക്കാല വസതി, ചൂടുകാലത്ത് ആൾക്കാർ താമസിക്കാൻ കണ്ടെത്തുന്ന സ്ഥലമാണ് മസീഫ്. മസാഫത്ത് ദൂരം, മൈല് കിലോമീറ്റർ പോലെ മൈൽ, ഒരു മൈല്. മബാനി എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങുകളുടെ ജമ, മബനിയത്തിന്റെ ജമാണ് മബാനി. അതുപോലെ ജനൂബ് എന്ന് പറഞ്ഞാൽ തെക്ക് ഭാഗം, അദബ് എന്ന് പറഞ്ഞാൽ മധുരമുള്ളത്, വത്തനി എന്ന് പറഞ്ഞാൽ ദേശീയം, നാഷണൽ എന്നർത്ഥം. അൽ മുത്തഹഫ് അൽ വത്തനി മീൻസ് നാഷണൽ മ്യൂസിയം. ബുർജ് എന്ന് പറയുന്നത് ടവർ എന്നർത്ഥം. അഫ്ആൽ ഇവിടെ ബഅദ വിദൂരമാവുക, തബ്ഉദു, ബഅദ യബ്ഉദു തബ്ഉദു, അതാണ് അഫ്ആൽ. മറ്റൊന്ന് സ്ട്രക്ചർ കണ്ട് അസ്നാ, എമിഡ്സ്റ്റ് എന്നുള്ള അർത്ഥം. അതിനിടെ ഖുറൂജിനാ മിനൽ മത്താർ, എയർപോർട്ടിൽ നിന്ന് ഇറങ്ങവേ കണ്ടു ഷാഹദിന്, അതാണ് അസ്നാ. അതുപോലെ താബീറത്ത് ഇലാ ജിബാരി, അതായത് പക്ഷത്തേക്ക്, സമക്ഷത്തേക്ക്, അടുക്കലേക്ക് എന്നൊക്കെ അർത്ഥം. ഇലാ ജിബാരിൽ കാബ, കാബയുടെ അടുത്ത് ഞങ്ങൾ താമസിച്ചു എന്നുള്ളതിനാണ് ഇലാ ജിബാരി. ഇത്രയും വാക്കുകളാണ് ഇതിൽ നമ്മൾ കണ്ടത്. ബാക്കി നമ്മൾ ഇനി നോക്കാനുള്ളത് ഇതിലുള്ള എക്സസൈസുകളാണ്. എക്സസൈസുകൾ നോക്കൂ. ഒന്ന് അസ്ഇലത്തു അനിൻ നസ്, ടെക്സ്റ്റ് ബേസ്ഡ് ചോദ്യങ്ങളാണ്. തദ്രീബാത്ത് ഷഫഹിയ്യ. മിൻ ഐന യക്തുബു അബൂബക്കർ അൽ ഖിതാബ്, എവിടെ നിന്നാണ് അബൂബക്കർ കത്തെഴുതുന്നത്? മിനൽ മംലക്കത്തുൽ അറബിയ സഊദിയ. യക്തുബു അബൂബക്കർ അൽ ഖിതാബ് മിനൽ മംലക്കത്തുൽ അറബിയ സഊദിയ. ഇതുപോലത്തെ മാതൃകയിലാണ് മറ്റു ചോദ്യങ്ങൾ. മിൻ ഐന യക്തുബു അബൂബക്കർ അൽ ഖിതാബ്, അതിന്റെ ഉത്തരം പറഞ്ഞു. ഐന കാനത്ത് സയ്യാറത്ത് വിസാറത്തുൽ മആരിഫ് ഫി ഇന്തിളാരിഹിം ഫി, എവിടെയാണ്? വാതിൽക്കൽ തന്നെ, ഫിൽ ബാബി, അതാണ്. നോക്കാം എവിടെയാണെന്ന് അതിന്റെ ഉത്തരം. കാനത്ത് സയ്യാറത്തു വിസാറത്തുൽ മആരിഫ് ഫി ഇന്തിളാരിഹിം ഇൻദ ബാബിൽ മത്താർ, ഇതാണ് ഉത്തരം. ഇൻദ ബാബിൽ മത്താർ. അടുത്തെന്താണ്? അടുത്ത ഇല ഐന സാഫറ അബൂബക്കർ ബഅദ അദാഇൽ ഉംറ, ബഅദ അദാഇൽ ഉംറ സാഫറ അബൂബക്കർ ഇല തായിഫ്, തായിഫിലേക്കാണ് പോയത് അതോ മദീനയിലേക്കാണോ? തായിഫിലേക്കാണോ മദീനയിലേക്കാണോ? മദീനയിലേക്കാണ് പോയത്. ആണോ? അതോ തായിഫിലേക്കാണ് പോയത്? നോക്കൂ എന്താണ് ഉത്തരം, എന്താണ് നോക്കൂ. എവിടേക്കാ പോയത്? ഇല ഐന സാഫറ അബൂബക്കർ ബഅദ അദാഇൽ ഉംറ, ഉംറ നിർവഹിച്ചതിന് ശേഷം എങ്ങോട്ടാ പോയത്? സാഫറ അബൂബക്കർ ബഅദ അദാഇൽ ഉംറത്തി ഇലാ തായിഫ്, തായിഫിലേക്കാണ് പോയത്. കാര്യം മക്കയുടെ അടുത്തുള്ള തായിഫാണ്. അടുത്തെന്താണ്? നാലാമത്തെ ചോദ്യം. ഇവിടെ ഉത്തരത്തിൽ നിന്ന് ഉത്തരം കാണാം. മസ്ജിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീനത്തുൽ മുനവ്വറ, എവിടെ നിസ്കരിച്ചു എന്നാണ് ചോദിക്കാം, അല്ലെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് പോയി എന്ന് ചോദിക്കാം. മത്താ സാഫർ അബൂബക്കർ ഇല തായിഫ് എന്ന അടുത്ത ചോദ്യം. അല്ലാതെ സോറി, അത് വേറെ, ആദ്യത്തേലാണ്. അയിന മസ്ജിദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മസ്ജിദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീനത്തുൽ മുനവ്വറ. ഇല ഐന യുസാഫിർ അബൂബക്കർ മിൻ റിയാൽ, മിൻ റിയാൽ എവിടെയാണ്? യുസാഫിർ ഇല ഗാന.
അഞ്ചാമത്തെ ചോദ്യം യുസാഫിറു അബൂബക്കർ മിൻ റിയാദ് ഇലാ ഗാന. ഇതാണ് രണ്ടാമത്തെ സെറ്റ് ചോദ്യങ്ങൾ. പിന്നെ കാണാം അടുത്തത്. ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട എക്സസൈസാണ്, ഞാൻ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ വിടാൻ വെച്ചെങ്കിലും തീർക്കാൻ വേണ്ടി പറയാം. മത്ത വസല അബൂബക്കർ മത്താർ ജിദ്ദ, എപ്പോഴാണ് ജിദ്ദയിലെത്തിയത്? വസല അബൂബക്കർ മത്താർ ജിദ്ദ യൗമ സബ്തുൽ മാദി. അതാണ് ഉത്തരം. അങ്ങനെ മത്ത അദ്ദ അബൂബക്കർ ഉംറ, ഉംറ എന്നാ ചെയ്തത്? യൗമുൽ സാർ അബൂബക്കർ ഹംസ് മുദ്ദിൻ. വസല അബൂബക്കർ മത്താർ ജിദ്ദ യൗമ സബ്തുൽ മാദി. അദ്ദ അബൂബക്കർ ഉംറ യൗമ സബ്ത്, ശനിയാഴ്ച വന്ന ദിവസം തന്നെ ചെയ്തു. മൂന്നാമത്തെ ചോദ്യം എന്താണ്? അദ്ദ അബൂബക്കർ ഉംറത്ത യൗമ സബ്തി, അതാണ് ഉണ്ടാകുന്നത്. തിങ്കളാഴ്ച മൂപ്പര് പോയത് അങ്ങോട്ടാണ്. ചോദ്യം ഇല ഐന സാഫർ അബൂബക്കർ യൗമൽ അഹദ്. തിങ്കളാഴ്ച അബൂബക്കർ എങ്ങോട്ടാണ് പോയത്? സാഫർ അബൂബക്കർ തായിഫിലേക്കാണ് യൗമൽ അഹദ്. പിന്നെ അവിടെ നിന്ന് എങ്ങോട്ടാണ് പോയത്? സാഫർ അബൂബക്കർ ഇൽ മദീന മുറ യൗമൽ ഇസ്നി എന്നാണ്. മത്ത സാഫർ അബൂബക്കർ ഇൽ അൽ മദീന അൽ മുനവ്വറ എന്ന ചോദ്യത്തിന് സാഫർ അബൂബക്കർ മദീന മുനവ്വറ യൗമൽ ഇസ്നൈൻ. മത്ത യുസാഫിറു അബൂബക്കർ ഇല ഗാന എന്നാണ് അടുത്ത ചോദ്യം. എപ്പോഴാണ് ഗാനയിലേക്ക് മത്ത യുസാഫിർ അബൂബക്കർ ഇല ഗാന? 2 ദിവസം കഴിഞ്ഞിട്ട്. യുസാഫിർ അബൂബക്കർ ഇല ഗാന ബഅദ 3 അയ്യാം. ഇതാണ് അടുത്ത ഉത്തരം. ഇതങ്ങനെ കഴിഞ്ഞു. അടുത്ത സെറ്റ് ചോദ്യങ്ങൾ. സാറ അബൂബക്കർ ഹംസ മുദ്ദിൻ, എത്ര കം ഷഹറൻ അല്ലെങ്കിൽ കം മുദ്ദിനൻ സാറ അബൂബക്കർ എന്നാണ് അടുത്ത ചോദ്യം. കം മദീനത്തൻ സാറഹ അബൂബക്കർ ഫിൽ മംലക്കത്തുൽ അറബിയ്യ സഊദിയ. എത്ര പട്ടണങ്ങളാണ് സൗദി അറേബ്യയിൽ അബൂബക്കർ സന്ദർശിച്ചത്? ഓർത്ത് നോക്കൂ. മക്കയുണ്ട്, മദീനയുണ്ട്, തായിഫുണ്ട്, ജിദ്ദ ഉണ്ട്, റിയാദ് ഉണ്ട്. അപ്പൊ 5 എണ്ണം. അങ്ങനെയാണ് 5. സാറ അബൂബക്കർ ഹംസ മുദ്ദിൻ. അടുത്തെന്താ ചോദ്യം? കം യോമൻ അഖാമ അബൂബക്കർ ഫി മക്ക. എത്ര ദിവസം മക്കയിൽ എത്ര ദിവസം താമസിച്ചു എന്നാണ് ചോദ്യം. കം യോമൻ അഖാമ അബൂബക്കർ ഫി മക്ക. അഖാമ അബൂബക്കർ ഫി മക്ക യൗമൻ വാഹിദ്, ഒരൊറ്റ ദിവസം മാത്രമേ താമസിച്ചുള്ളൂ, ഒറ്റ ദിവസം മാത്രം. അടുത്ത ചോദ്യം എന്താണ്? കം മറത്തൻ താഫ അബൂബക്കർ ഹൗലൽ കഅബത്തി ഫി അദാഇൽ ഉംറ. ഉംറ നിർവഹിക്കാൻ എത്ര തവണയാണ് പോയിട്ടുള്ളത് എന്നാണ് ചോദ്യം. നോക്കൂ, എത്ര തവണയാണ്? കം മറത്തൻ താഫ അബൂബക്കർ 7 മറات. കം മൈലൻ തബഅദു الطائف من مكة المكرمة. تبعد الطائف من مكة المكرمة ب50 ميلا. تبعد الطائف من مكة المكرمة 50 ميلا. بينملا. طاف أبو بكر حول الكعبة 7 مرات. يسافر أبو بكر إلى غانا بعد 3 أيام من كتابة خطاب. ഈ കത്തെഴുതിയിട്ട് 3 ദിവസത്തിനകം ഗാനയിലേക്ക് അദ്ദേഹം മടങ്ങും. ഇതാണ് بعد كم يوم من كتابة الخطاب سيسافر أبو بكر إلى غانا. ഈ കത്തെഴുതിയ ശേഷം എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഗാനയിലേക്ക് അദ്ദേഹം പോകുന്നത്? അത് 3 ദിവസം കഴിഞ്ഞിട്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ടെക്സ്റ്റിലെ ഒരു സെറ്റ് ഉള്ളത്. അടുത്തെന്താണ്? അൽ അസ്ഇലത്തു അൽ നസ്വായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ടാമത്തെ ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യാനാണ്. ഉത്തരങ്ങൾക്കനുസരിച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കണം. അതാണ്. അപ്പോ ഒന്നാമത്തത് എന്ന് പറഞ്ഞാല് ലിത്തഅരിഫ അദദൽ മുദ്ൻ അല്ലത്തി സാറഹ അബൂബക്കർ ഫിൽ മംലക്കത്തുൽ അറബിയ്യ സഊദിയ. സൗദി അറേബ്യയിൽ അബൂബക്കർ സന്ദർശിച്ച നഗരങ്ങളുടെ എണ്ണം അറിയണതിന് എങ്ങനെ ചോദിക്കും? കം മദീനത്തൻ സാറഹ അബൂബക്കർ ഫിൽ മംലക്കത്തുൽ അറബിയ്യ സഊദിയ. രണ്ടാമത്തെ ചോദ്യം മൽ മുദ്ൻ അല്ലത്തി സാറഹ അബൂബക്കർ ഫിൽ മംലക്കത്തുൽ അറബിയ്യ. അങ്ങനെയും ചോദിക്കാം. ഏതൊക്കെ ആണ്? കം എത്ര എന്ന് ചോദിക്കുക, ഏതൊക്കെയെന്ന് ചോദിക്കാം. മൽ മുദ്ൻ, ആ നാടുകൾ ഏതൊക്കെ? മൽ മുദ്ൻ അല്ലത്തി സാറഹ അബൂബക്കർ ഫിൽ മംലക്കത്തുൽ അറബിയ്യ സഊദിയ എന്ന ചോദ്യം അങ്ങനെ ചോദിക്കാം. അപ്പൊ അത് രണ്ടിനും ഉള്ള ഉത്തരമാണ്. അപ്പൊ ആ 2 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും കാണാം. അപ്പൊ ഇനി
ലിത്താരിഫ് അതൽ മുല്ലത്തി സാറഹ ബക്കർ ഫിംലക അത് കഴിഞ്ഞു. അത് മാ. അപ്പൊ മാ അതതുൽ മൽ മുദുല്ലത്തി സാറ രണ്ടും കഴിഞ്ഞു. അടുത്ത രണ്ടാമത്തെ ചോദ്യം കം വെച്ചിട്ടുള്ള ചോദ്യം ചോദിക്കും. ഈ ചോദ്യത്തിന് എങ്ങനെ ഉത്തരം കാണുന്നു എന്നുള്ളതാണ്. ലിത്താരിഫ് അതൽ അയ്യാം അല്ലത്തി അമാം അഖാമ അബൂബക്കർ ഫിൽ മംലക്കത്തുൽ അറബിയ സൗദിയ. സൗദി അറേബ്യയിൽ ചെലവഴിച്ച ദിവസങ്ങളെ കുറിച്ച് എങ്ങനെ ചോദിക്കും? മാ അദദുൽ അയ്യാം അല്ലത്തി അഖാമഹ അബൂബക്കർ ഫി മക്ക അൽ മുക്കറമ. ഇവിടെ കാണാം മാ അദദുൽ അയ്യാം. ഇങ്ങനൊരു ചോദ്യം ചോദിക്കാം. അല്ലെങ്കിൽ കം യൗമൻ എന്ന് ചോദിക്കാം. എത്ര ദിവസം താമസിച്ചു എന്ന് ചോദിക്കാം. കം യൗമൻ അഖാമഹ അബൂബക്കർ ഫി മംലക്കത്തുൽ. ഈ രണ്ട് സാധ്യങ്ങൾ അവിടെ ഉണ്ട്. മൂന്നാമത്തെ ചോദ്യം ലിത്താരിഫ് മസാഫ ബൈന തായിഫ് വ മക്ക വൽ മുക്കറമ. തായിഫും മക്കയും മുക്കറമയും തമ്മിലുള്ള ദൂരം എന്താണെന്ന് എങ്ങനെ ചോദിക്കും? കമിൽ മസാഫ ബൈന തായിഫ് വൽ മക്ക അൽ മുക്കറമ. ഇങ്ങനെ ചോദിക്കും. അല്ലെങ്കിൽ മാ തൂലിൽ മസാഫ ബൈന തായിഫ വ മക്ക. മക്ക മുക്കറമയും തായിഫും തമ്മിലുള്ള ദൂരത്തിന്റെ അളവ് എത്രയാണ് ദൂരം? ഇങ്ങനെയും ചോദിക്കാം. നാലാമത്തത് ഐന മദീന മുനവ്വറയിൽ അദ്ദേഹം ചെയ്തത് എന്തെന്ന്. മദീനയിൽ എന്താണ് ചെയ്യാനുള്ളത്? മദീന എന്താ ചെയ്തത്? അതാണ് നാലാമത്തെ ചോദ്യം. മാതാ ഫഅല അബൂബക്കർ ഫിൽ മദീന അൽ മുനവ്വറ എന്നാണ് ആദ്യത്തെ ചോദ്യം. ഐന സല്ല അബൂബക്കർ ഫിൽ മദീന അൽ മുനവ്വറ ഇതും ചോദിക്കും. അബൂബക്കർ മദീനയിൽ ചെയ്തെന്താണ്? നിസ്കരിച്ചു. ഐന സല്ല അബൂബക്കർ ഫിൽ മദീന അൽ മുനവ്വറ. മദീന മുനവ്വറ എവിടെയാണ് നിസ്കരിച്ചത്? ഫി മസ്ജിദ് നബവി. ഇതാണ് അഞ്ചാമത്തത് മാത എന്ന ചോദ്യമാണ്. ലിതാരിഫ് അൽ അമാകിൻ ലത്തി സാറഹ അബൂബക്കർ ഫി മദീനത്ത് റിയാദ്. മദീനത്ത് റിയാദിൽ അദ്ദേഹം സന്ദർശിച്ച സ്ഥലങ്ങൾ ഏതൊക്കെ? മാതാ സാറ അബൂബക്കർ ഫി മദീനത്ത് റിയാദ് അൽ മൽ അമാകിൻ ലത്തി സാറഹ അബൂബക്കർ ഫി മദീനത്ത് റിയാദ്. ഈ രണ്ട് രൂപത്തിൽ ചോദിക്കാം. ഇതൊക്കെയാണ് അതിലുള്ള ചോദ്യം. ഇതാണ് ചോദ്യങ്ങളുടെ രീതി. മൂന്നാമത്തത് എന്താണ്? അസ്നാ ഖുറൂജിന സയ്യാറ طفنا ملابس الإحرام سعينا بين الأشواط أقمنا إلى جبار سافرنا بين الجبال الطائف سنبقى 3 أيام. ഇങ്ങനെ ഈ രണ്ട് സെറ്റ് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് എന്ത് ചെയ്യണം? കവ്വിൻ ജുമലൻ മുഫീദത്തൻ മുസ്തഈനൻ ബിൽ കലിമാത്തിലാത്ത. ഈ ഓരോ ചോദ്യത്തിലുമുള്ള നൽകിയിട്ടുള്ള രണ്ട് വാക്യങ്ങൾ കൊണ്ട് ഒരു വാചകം ഉണ്ടാക്കണം. അതായത് പൂർണ്ണാർത്ഥത്തിലുള്ള ജുംല ഉണ്ടാക്കുന്നത് എങ്ങനെ? അസനാ ഖുറൂജിന എന്ന വാക്കുകൊണ്ട് സയ്യാറത്തുണ്ട്. അപ്പോൾ ഇങ്ങനെ എങ്ങനെ എഴുതും? ഒന്ന് നോക്കൂ. അസനാ ഖുറൂജിന ഉണ്ട്, സയ്യാറത്തുണ്ട്. അപ്പോൾ ഇവിടെ സയ്യാറത്ത് എന്ന വാക്ക് ഇവിടെ ഉണ്ട്, തന്നിട്ടുണ്ട്. അസനാ ഖുറൂജിന എന്ന വാക്കാണ് തന്നിരുന്നത്. അപ്പോൾ അസനാ ഖുറൂജിന മിൽ മത്താർ വജദ്നാ സയ്യാറത്ത വിസാറത്തൽ മാരിഫ് എന്നുള്ളതാണ് ഓരോരുത്തർ. അടുത്തെന്താ? രണ്ടാമത്തെ തുഫ്ന മലാബിസുൽ ഇഹ്റാം. രണ്ട് വാക്കുകൾ അതുണ്ട്. അത് കൃത്യമായിട്ട് സ്ട്രക്ചർ നോക്കണം. തുഫ്ന ഹൗലൽ കഅബത്തി ബിമലാബിസുൽ ഇഹ്റാം. നേരത്തെ വേറെ രൂപത്തിലാണ്. തുഫ്ന ഹൗലൽ കഅബ വൽ ഹുജ്ജാജ് ബിമലാബിസുൽ ഇഹ്റാം. അതായത് ഇഹ്റാമിലെ വസ്ത്രത്തിലായിക്കൊണ്ട് താഫൽ ഹുജ്ജാജ് ഹൗലൽ കഅബത്തി വഹും ബിമലാബിസുൽ ഇഹ്റാമി എന്ന് പറഞ്ഞാൽ അവർ ഇഹ്റാമിന്റെ വസ്ത്രത്തിലായി തവാഫ് ചെയ്തു എന്നുള്ളതാണ്. അതുപോലെയാണ് ഇത് തുഫ്ന ഹൗലൽ കഅബത്തി ബിമലാബിസുൽ ഇഹ്റാമി എന്നുള്ളതാണ്. അടുത്തത് സഅയ്ന ബൈന അശ്വാത്ത് എന്ന് പറയുന്നത്. സഅയ്ന ബൈന അശ്വാത്ത്, അതാണ് സഅയ്ന ബൈന അശ്വാത്ത് എന്ന് പറയുന്നിടത്ത് സഅയ്ന ബൈന അശ്വാത്ത് രണ്ട് വാക്കുകളേ ഉള്ളൂ. സഅയ്ന ബൈന സഫാ വൽ മർവ. സൈന ബൈന അശ്വാത്ത് ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ളത് കണ്ടത്. സൈന ബൈന സഫ വൽ മർവ സബഅത അശ്വാത്തിൻ, ഇത്രയേ ഉള്ളൂ. അടുത്തെന്താണ്? അഖംന ഇലാ ജിബാരി അൽ കഅബ. അഖംന ഇലാ ജിബാരി എന്നാണ് അടുത്ത വാക്കുള്ളത്. അഖംന ഫി മക്ക ഇലാ ജിബാരി അൽ കഅബ. അഖംന ഫി മക്ക ഇലാ ജിബാരി അൽ കഅബ. അടുത്തെന്താണ്? അഞ്ചാമത്തത് സാഫർന ബൈനൽ ജിബാലി വത്തായിഫ്. സാഫർന ബൈനൽ ജിബാലി ജിബാൽ അത്തായിഫ്. ഇങ്ങനെ മൂന്ന് വാക്ക്. ഇവിടെ നോക്കൂ. സാഫർന ബൈനൽ ജിബാൽ ഇല തായിഫ്. ജിബാലുകളിലൂടെ ഞങ്ങൾ തായിഫിലെത്തി.
അടുത്ത ചോദ്യം അടുത്തെന്താണ്? സനബക്ക സലാസത്ത അയ്യാം. ഈ രണ്ട് വാക്കുകൾ സനബക്ക എന്നും സലാസത്ത അയ്യാം എന്നും അങ്ങനെ രണ്ട് വാക്കുകളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടുണ്ടാക്കിയുള്ള വാക്കുകൾ നോക്കൂ. സനബക്ക ഫിറിയാൽ സലാസത്ത അയ്യാം. ഇങ്ങനെയാണ് ഈ 6 ചോദ്യങ്ങളും അവിടെ നമ്മൾ കണ്ടത്. അടുത്ത 4മത്തെ ചോദ്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് അസ്ഇല ആമ, പൊതു ചോദ്യം. ഹൽ തുഹിബ്ബു സഫർ? മൽ മദീന അല്ലത്തി സാഫർത ഇലൈഹ ഹുന? മദ്ദുവൽ അല്ലത്തി സാഫർത ഇലൈഹ? മാ മൻ സാഫർത? മാ വസീലത്തുൽ മുവാസലാത്ത് അല്ലത്തി തുഹിബ്ബുഹ ഫി സഫർ? ലിമാദാ യുസാഫിർ മുസ്ലിമൂന ഇല സൗദി അറേബ്യ കുല്ല ആം? ഉദ്കുർ ഇസ്മ മീനാൻ മുഹിമ്മൻ ഫി ബലദിക്? ഉദ്കുർ ഇസ്മ മസീഫിൻ ജമീൽ ഫി ബലദിക്? ഇതിലൊക്കെ ഒരുപാട് ജനറൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ജനറൽ ക്വസ്റ്റ്യൻ്റെ ഉത്തരങ്ങളാണ് ഉണ്ടാക്കേണ്ടത്. അതുപോലെ ജനറൽ ക്വസ്റ്റ്യൻ ഈ 4മത്തെ അങ്ങനെ 5മത്തതും അതുപോലത്തെ ജനറൽ ക്വസ്റ്റ്യൻ ആണ്. 5മത്തെ ചോദ്യം നോക്കാം. 5മത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 5മത്തെ ക്വസ്റ്റ്യൻ മാതാ ഫഅല ഹുനാക. അവിടെ നിങ്ങൾ ഇസ്അൽ ബിനഫ്സിക ഖാബൽത സദീഖൻ അസീസൻ ആദമിൻ റഹ്ലത്തിൻ ഫി മംലക്കത്തുൽ അറബിയ സൗദിയ. സൗദി അറേബ്യ സന്ദർശിച്ച ശേഷം നിങ്ങളുടെ സുഹൃത്ത് നാട്ടിലേക്ക് തിരിച്ചെത്തിയാൽ മൽ അസ്ഇലത്തി യുംകിനു അൻ തസ്അലഹ ലഹു. അയാളോട് നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, അതിന്റെ ഉത്തരം എന്തൊക്കെയാണ്? മാതാ ഫഅല ഹുനാക അൽ അമാക്കിൽ മുഹിമ്മല്ലത്തി സാറഹ. ഇങ്ങനെ ഒരു മോഡൽ ക്വസ്റ്റ്യനുകൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ യുക്തി അനുസരിച്ച് നിങ്ങൾ എന്തൊക്കെ ചോദ്യം ചോദിക്കും, എന്തൊക്കെ ഉത്തരവ്, അത് നിങ്ങൾ ഇപ്പോൾ 4ഉം 5ഉം 6ഉം നിങ്ങൾ അസൈൻമെന്റ് ആയിട്ട് ചെയ്ത് നോക്കുക. അസ്ലാമ ഇസ്അൽ നഫ്സക. അടുത്തത് 6മത്തെ ഖും ബിജൗലത്തിൻ ഫിൽ മദീന അൽ ഖറിയ അല്ലതി തഈഷു ഫിഹാ സിഫ് മാ ഷാഹത്ത ഫി ദഖീഖത്തൈൻ. 2 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് എഴുതണം. ഖും ഫി ജൗലത്തിൻ ഫിൽ മദീന, നിങ്ങൾ മദീന സന്ദർശിച്ചു. അല്ലെങ്കിൽ അൽ ഖരീബത്തില്ലത്തി തഈഷു ബിഹാ, അല്ലെങ്കിൽ ഖും ബിജൗലത്തിൻ ഫിൽ മദീന അൽ ഖരീബ അല്ലതി തഈഷു ബിഹാ. നിങ്ങൾ താമസിക്കുന്ന നാട്, ഞങ്ങൾ ഇവിടെ മദീന മുനവ്വറ അല്ല ഉദ്ദേശിച്ചത്, നിങ്ങൾ താമസിക്കുന്ന നാടിന്റെ തൊട്ടടുത്തൊരു പട്ടണത്തിൽ നിങ്ങൾ സന്ദർശിച്ചു. സിഫ് മാ ഷാഹത്ത ഫി ദഖീഖത്ത്. 2 മിനിറ്റ് കൊണ്ട് അതിനകത്ത് നിങ്ങൾ സന്ദർശിച്ച കാര്യങ്ങൾ ഒറ്റയടിക്ക് പറയാം. മത്താ യക്തുബുൻ നാസ് അൽ ഖിതാബാത്ത്. നിങ്ങൾ എപ്പോഴാണ് മത്താ യക്തുബുൻ നാസ് അൽ ഖിതാബാത്ത്, എപ്പോഴാണ് ആൾക്കാർ കത്തുകൾ എഴുതുന്നത്? ഈ ചോദ്യങ്ങളാണ്, ഈ 2 ചോദ്യങ്ങൾ. അപ്പോൾ 4, 5, 6 എക്സസൈസുകൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. ചെയ്തിട്ട് യഥാർത്ഥത്തിൽ ഞാൻ അബ്ദുസാറ് നിങ്ങൾക്ക് അസൈൻമെന്റുകൾ തരേണ്ടത് നിങ്ങൾ ചെയ്യലുണ്ട്. ഞാൻ അസൈൻമെന്റ് പറയുമെങ്കിലും ഞാനത് പരിശോധിക്കലില്ല. നിങ്ങളോട് സബ്മിറ്റ് ചെയ്യാനും അങ്ങനെ റെയറായിട്ടേ പറയുള്ളൂ. അത് നിങ്ങൾ മുതലാക്കുകയാണ്. അത് പറ്റില്ല. ഞാൻ ഇടുന്ന വീഡിയോകൾ കാണുന്നവരുടെ എണ്ണം ഞാൻ കാണുന്നുണ്ട്, വളരെ കുറച്ച് പേരാണ്. അപ്പോൾ നിങ്ങൾക്ക് അസൈൻമെന്റ് ഇല്ലാത്തതാണ് നിങ്ങളുടെ പ്രശ്നം. ഞാൻ അസൈൻമെന്റ് സെറ്റ് ചെയ്ത് തരാം, എല്ലാം നിരത്തി പിടിച്ച് അസൈൻമെന്റ് തരാം. അപ്പം അതല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്താൽ അത്രയും നല്ലത്. അസൈൻമെന്റ് ഈ പറയപ്പെട്ട 4, 5, 6ന്റെ അസൈൻമെന്റ് സ്വന്തമായിട്ട് എഴുതുക. അത് നിങ്ങൾ എഴുതി നോക്കുക. ഞാൻ ഒരു ദിവസം ലൈവ് സെഷൻ വയ്ക്കും. എന്നിട്ട് ഞാൻ പറയും, ലൈവ് സെഷൻ വെച്ചിട്ട് അതൊക്കെ എഴുതി റെഡിയായി കൊണ്ടുവരണം. അത് കാണിക്കുകയും വേണം ഇൻഷാ അല്ലാഹ്. അത് ഇതുപോലെ സ്ക്രീൻ ഷെയർ ചെയ്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾ എഴുതിയ സാധനങ്ങൾ ഫോട്ടോ എടുത്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ സിസ്റ്റത്തിലോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചാപ്റ്റർ 21-ലുള്ളത്. അപ്പോൾ ഇത് വെച്ച് തൽക്കാലം നിർത്താൻ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.